ആയിഷ ഗോൾഡ് തട്ടിപ്പ് നിക്ഷേപ പദ്ധതിയിലൂടെ കോടികൾ തട്ടിയെടുത്ത ഉടമകൾക്കെതിരെ നിയമ പോരാട്ടം നടത്താൻ തീരുമാനിച്ചതായി നിക്ഷേപകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും വളപട്ടണം പോലീസ് നടപടിയെടുത്തില്ലെന്നും സാജിദ ഹാരിസ് പറഞ്ഞു. നിക്ഷേപ പദ്ധതിയിലൂടെ ആയിഷ ഗോൾഡ് 10 കോടിയിലേറെ രൂപയും സ്വർണവുമാണ് തട്ടിയെടുത്തതെന്നാണ് പരാതി. മാരകരോഗം കൊണ്ട് വലയുന്നവർ, വീട്ടമ്മമാർ, വിവിധ തൊഴിലാളികൾ, പ്രവാസികൾ തുടങ്ങിയവരിൽ നിന്നും നിക്ഷേപമായി 10 കോടി രൂപയും അതിലേറെ സ്വർണവും തട്ടിയെടുത്തിരിക്കുകയാണ് ജ്വല്ലറി ഉടമകൾ. പാപ്പിനിശ്ശേരിയിൽ 2004 അഷ്റഫ് എന്നയാൾ ആയിഷ ഗോൾഡ് തുടങ്ങുന്നത്. ഇദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഒന്നിലധികം സ്കീമുകൾ പരസ്യം ചെയ്താണ് ഇവർ നിക്ഷേപങ്ങൾക്ക് പണവും സ്വർണവും സ്വീകരിച്ചത്. 1 ലക്ഷം നിക്ഷേപിച്ചാൽ പ്രതിമാസം 900 രൂപ ലാഭം നൽകാമെന്നും കയ്യിലുള്ള പഴയ സ്വർണം നിക്ഷേപിച്ചാൽ പണിക്കൂലിയില്ലാതെ പുതിയ സ്വർണം തിരിച്ചെടുക്കാമെന്നും വാഗ്ദാനം ചെയ്തായിരുന്നു പണം പിരിച്ചത്. വീടുകളിൽ നേരിട്ടെത്തിയാണ് സ്വർണ്ണ പദ്ധതികളിൽ ആളുകളെ ചേർത്തത്. ഇതുകൂടാതെ സാധാരണ കുറികളും സ്വർണം നിക്ഷേപിക്കുന്നവർക്ക് 1 മാസം 100 രൂപ നൽകുന്ന മറ്റൊരു സ്കീമും നടത്തിയിരുന്നു. 70-ലേറെ പേരാണ് ഇക്കാര്യത്തിൽ പരാതിയുമായി രംഗത്തു വന്നത്. ശക്തമായ സ്വാധീനം കൊണ്ട് അത് പുറത്ത് തെളിയാതെ വളരെ പാവപ്പെട്ട സാധാരണക്കാരായ രോഗികളായ ക്യാൻസർ, ഡയാലിസിസ്, ഹാർട്ട് പേഷ്യൻസ്, സ്ട്രോക്ക് പേഷ്യൻസ് എന്നിവർ കുടുങ്ങിക്കിടക്കുന്ന, അതുപോലെ വിദേശത്ത് നിന്ന് ജോലി ചെയ്ത് വന്ന് പ്രായമായിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ വന്നവരുടെ സീനിയർ സിറ്റിസണായ പലരും ഈ ഒരു വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എനിക്ക് ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകരോട് പറയാനുള്ളത്, ഇത് സാധാരണ ഒരു ജ്വല്ലറി തട്ടിപ്പല്ല. സാധാരണ ആര് കേൾക്കുമ്പോഴും സാധാരണ ജ്വല്ലറി തട്ടിപ്പ് നടക്കാറുണ്ട്, പൊളിയാറുണ്ടൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് 2004 അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി തുടങ്ങിയതാണ്. തനിച്ച് ഒറ്റയ്ക്കൊരാൾ തുടങ്ങിയൊരു ജ്വല്ലറിയാണ് പാപ്പിനിശ്ശേരിയിൽ. അപ്പം അത് കഴിഞ്ഞ് 2021 വരെ നമുക്ക് എടുത്തു പറയാനുള്ളൊരു വിഷയം, 2021 വരെ ഈ ഒരു ജ്വല്ലറിയുടെ നടത്തിപ്പുമായി യാതൊരു പരാതിയുമില്ല. കാരണം അഷ്റഫ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പരാതിയില്ല. അദ്ദേഹം കൃത്യമായ രേഖകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിവിഡൻഡ് കൃത്യമായിട്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും 1000-ലധികം ഇൻവെസ്റ്റേഴ്സ് ഉള്ളൊരു സംഭവമാണിത്. 4 തരം സ്കീമായിരുന്നു ഇവർ ചെയ്തിരിക്കുന്നത്. ആ സ്കീമുകൾ ഇവർ 1 ലക്ഷം രൂപക്ക് 900 രൂപ മാസത്തിൽ കൊടുക്കുക. പഴയ സ്വർണം നിക്ഷേപിച്ചാൽ പുതിയ സ്വർണം പണിക്കൂലി ഇല്ലാതെ എടുക്കുക. അതുകൂടാതെ മാസത്തിൽ 1 പവന് 100 രൂപ കൊടുത്തുകൊണ്ടും പിന്നെ സാധാരണ കുറികൾ നടത്തിക്കൊണ്ടുമാണ് ഇരിക്കുന്നത്. എൻ്റെ അടുത്തിരിക്കുന്നത് ഒരു സഹോദരൻ സത്യേട്ടനാണ്. സത്യേട്ടൻ സാധാരണ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹം 100 രൂപ വെച്ച് കുറി വെച്ച ഒരു പൈസ 50,000 രൂപയുടെ താഴെയുള്ള ഒരു പൈസ പോലും 3 വർഷമായിട്ട് കിട്ടിയിട്ടില്ല. 2021 അഷ്റഫിന്റെ മരണം വരെ ഡിവിഡൻഡ് കൃത്യമായി നൽകിയിരുന്നുവെങ്കിലും മരണശേഷം അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ ഭാര്യയുടെയും മക്കളുടെയും പേരിലാവുകയും പിന്നീട് ഇവർ പുതിയ നിക്ഷേപകരെ കണ്ടെത്തുകയും പഴയ നിക്ഷേപകരിൽ നിന്നും സ്വർണം വീണ്ടും സ്വീകരിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, വളപട്ടണം പോലീസ് എന്നിവർക്കൊക്കെയും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഉന്നത തലങ്ങളിൽ നിന്നും കുറ്റാരോപിതർക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശമുണ്ടായെങ്കിലും വളപട്ടണം പോലീസിൽ നിന്നും കാര്യമായ നീക്കങ്ങൾ ഉണ്ടായില്ലെന്നും ഇവർ ആരോപിച്ചു. ജ്വല്ലറിയുടെ സ്വത്തുക്കൾ ഉടനെ കണ്ടെത്തുകയും നടത്തിപ്പുകാരുടെ സമ്പാദ്യങ്ങൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് നൽകാൻ പോലീസ് തയ്യാറാകണമെന്നും ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സാജിദ ഹാരിസ് അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകരായ KV സറീന, K ഹസീന, PV സത്യൻ എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.